എല്ലാവർക്കും ചില്ലാൻ പാക്കിലേക്ക് സ്വാഗതം. പച്ചപ്പിന്റെ തുരുത്തിലേക്കൊരു യാത്ര പോയാലോ? പരന്നൊഴുകുന്ന ചാലിയാർ പുഴയുടെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഈ ഒരു യാത്ര. ജലകാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കാൻ പാകത്തിൽ പ്രകൃതി ഒരുക്കിയ ഇരിപ്പിടങ്ങളും അതുപോലെ ചെറിയ ചെറിയ ബോട്ടുകളും വെള്ളത്തിലൂടെ ചെറിയ പതുക്കെ ഒഴുകുന്ന ചെറിയ ബോട്ടുകളും. ഇത് ഈ ഒരു കാഴ്ചയുള്ളത് മലപ്പുറം ജില്ലയിലെ കിഴുപ്പറമ്പിലെ മുറിഞ്ഞമാട് എന്ന തുരുത്താണ്. ഈ തുരുത്തിനെ പറ്റി ഒരുപാട് പേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല. പ്രദേശവാസികൾ മാത്രമാണ് ഇപ്പം അവിടെ സഞ്ചാരികളായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കുഞ്ഞു തുരുത്ത് അത്ര ചെറുതൊന്നുമല്ല. 40 ഏക്കറെ പരന്നു കിടക്കുന്ന പച്ചപ്പിന്റെ കാഴ്ചയാണ്. പുഴയിലേക്ക് അലിഞ്ഞു തേരുന്ന വിധത്തിലുള്ള തീരങ്ങളും അതുപോലെ പച്ച പുതച്ച ഗ്രാമങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന തീരത്തിന്റെ ശാന്തതയും പുൽമേടിന്റെ പച്ചപ്പും ശരിക്കും ഇവിടെ എത്തുന്നവരുടെ ഒരു കണ്ണിന് അത്രയും ആസ്വാദികരമായ ഒരു കാഴ്ചയാണ് ഈ തുരുത്തൊരുക്കുന്നത്. കോഴിക്കോട് നിന്നും 30 കിലോമീറ്റർ ദൂരമേ ഈ ഒരു തുരുത്തിലേക്ക്, ഈ കുഞ്ഞു തുരുത്ത് എന്ന് പറയാൻ ഇപ്പം ഇത് അത്രയും അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞു തുരുത്ത് എന്ന് പറയുന്നത്. വെറും 30 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. വെട്ടുപാറ എടശ്ശേരിക്കടവിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മുറിഞ്ഞമാട് എന്നുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടും. ഇവിടെ സന്ദർശിക്കുവാൻ ഏറ്റവും പറ്റിയ സമയം വേനൽക്കാലമാണ്. മഴക്കാലമായാൽ തുരുത്തിൽ വെള്ളം നിറയെ ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രധാന ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങി ബോട്ടിങ് പാടില്ല എന്നുള്ളതൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ധാരണയില്ല. അപകട സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ് അവിടെ ബോർഡ് ഉള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ ഈ ഒരു ഇത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശം നമ്മളിത് ആ പ്രകൃതിയുടെ ആ ഒരു ഭംഗി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. അതിന് നിറയെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഒക്കെ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. ആ വേസ്റ്റ് ബിന്നിൽ തന്നെ നമ്മുടെ വേസ്റ്റുകളും എന്ത് കഴിച്ചു കഴിഞ്ഞാലും എന്ത് വേസ്റ്റ് ആയാലും അതിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ അവിടുന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ഇത്രയും മനോഹരമായ ഈ ഒരു ഭൂപ്രദേശത്തെ നശിപ്പിക്കുവാൻ നമ്മൾ സഞ്ചാരികളായ നമ്മൾ നശിപ്പിക്കാൻ പാടില്ലാതെ പ്രകൃതി ഒരുക്കിയ അത്രയും മനോഹരമായ ഈ ഒരു സ്ഥലം നമ്മൾ അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ ടൂറിസത്തിൽ ഈ ഒരിടത്തിന് ഒരുപാട് സാധ്യതകളൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ അറിയപ്പെടാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ അതുപോലെ ഫാമിലി ആയിട്ടും മറ്റു കാര്യങ്ങൾക്കെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഫംഗ്ഷൻ നടത്താനും അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ, ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നടത്താൻ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ പേ പാർക്കിങ്ങിനുള്ള കാർ അവിടെ വരെ പോകും. കാറുകളായാലും വണ്ടികളായാലും എന്തായാലും അവിടെ വരെ പോകും. അതിന് പേ പാർക്കിങ്ങിനുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. റോഡ് കുറച്ച് ഇടുങ്ങിയതാണ് എങ്കിലും ആ ഒരു പേ പാർക്കിങ്ങും മറ്റു സൗകര്യങ്ങളും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തട്ടെ. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.